വെറുതെ ഒരു നൈറ്റ് ഡ്രൈവിന് ഇറങ്ങിയതായിരുന്നു ഞങ്ങൾ. പക്ഷേ അപ്രതീക്ഷിതമായി ഞങ്ങൾ എത്തിപ്പെട്ടത് നൂറുകണക്കിന് വർഷങ്ങളുടെ ചരിത്രം ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലത്താണ്. രാത്രിയുടെ ലൈറ്റുകളിൽ ഈ പഴയ മൺകെട്ടിടങ്ങൾ കണ്ടപ്പോൾ ഞങ്ങൾ ശരിക്കും ഒന്ന് ഞെട്ടിപ്പോയി. ഇത് വേറെ എവിടെയുമല്ല കേട്ടോ, ഞങ്ങളുടെ സൗദിയിൽ അയുൺ അൽജവയിലെ ഹെറിറ്റേജ് വില്ലേജ് ആണ്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദെബൂസ് വേൾഡ്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അയുൺ അൽജവയിലെ ഹെറിറ്റേജ് വില്ലേജിലാണ്. ഞാൻ നോക്കൂ, വർഷങ്ങൾ പഴക്കമുള്ള ബിൽഡിംഗ്സ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? വരൂ ഫ്രണ്ട്സ്, നമുക്ക് ഒരുമിച്ച് പോയാലോ? ഈ ഹെറിറ്റേജ് വില്ലേജിന് ഏകദേശം 450 വർഷത്തിലധികം പഴക്കമുണ്ടെന്നാണ് ചരിത്രരേഖകൾ പറയുന്നത്. പകൽ സമയത്ത് കാണുന്ന ഒരു ഹെറിറ്റേജ് വില്ലേജിൽ നിന്ന് രാത്രി സമയത്ത് ഇതിന് തികച്ചും വ്യത്യസ്തമായ ഒരു ഭംഗിയാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മറ്റൊരു കാഴ്ചയായിരുന്നു ഈ ഉണങ്ങിയ ഈന്തപ്പന മരം. വർഷങ്ങൾ പഴക്കമുള്ള കെട്ടിടത്തിന്റെ ഭംഗി ഒന്നുകൂടെ കൂട്ടാൻ ഈ ഉണങ്ങിയ ഈന്തപ്പന മരം സഹായിക്കും. ലൈറ്റുകൾക്കിടയിലൂടെ ഈ മരം കാണുമ്പോഴുള്ള ഭംഗി എടുത്തു പറയേണ്ടതില്ലല്ലോ. ലൈറ്റുകൾക്കിടയിലൂടെ ഈ കരിഞ്ഞുണങ്ങിയ ഈന്തപ്പന മരം കാണുമ്പോൾ പഴയ ഒരു അറേബ്യൻ ഗ്രാമത്തിന്റെ ചിത്രം മനസ്സിൽ തെളിഞ്ഞു വരുന്നുണ്ട്. ആദ്യമായി ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞങ്ങളുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയത് ഈ പഴയ മൺകെട്ടിടങ്ങളാണ്. മണ്ണും പരമ്പരാഗത നിർമ്മാണ രീതികളും ഉപയോഗിച്ച് നിർമ്മിച്ച ഈ വീടുകൾക്ക് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രത്തിന്റെ ഓർമ്മകളുണ്ട്. ഇവിടുത്തെ ഈ പഴയ മൺകെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളുമെല്ലാം നമ്മുടെ ശ്രദ്ധ പെട്ടെന്ന് ആകർഷിക്കും. ഇന്ന് നമ്മൾ ഇവിടെ ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനായി കാണുന്ന ഈ സ്ഥലം ഒരു കാലത്ത് ആളുകളുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമായിരുന്നു എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ രാത്രിയിൽ ഈ ഗ്രാമം കാണുമ്പോൾ അതിന്റെ ഭംഗി കുറച്ചുകൂടെ വ്യത്യസ്തമാണ്. പഴയ മൺചുവരുകളിൽ വീഴുന്ന ലൈറ്റ്സ്, ഇടുങ്ങിയ വഴികൾ, പഴയ വാതിലുകളും ജനാലകളും എല്ലാം കൂടി വളരെ പീസ്ഫുൾ ആയ ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ. ഈ ഗ്രാമത്തിൽ പഴയ വീടുകൾക്ക് പുറമെ ഒരു പഴയ മാർക്കറ്റും പഴയ മസ്ജിദും സ്കൂളും കിണറുകളും ഉണ്ടായിരുന്നുവെന്നാണ് രേഖകളിൽ കാണുന്നത്. അതായത് ഇത് വെറും ഒരു കുറച്ച് പഴയ വീടുകൾ മാത്രമുള്ള സ്ഥലമല്ല, ഒരു കാലത്ത് ആളുകൾ താമസിക്കുകയും പഠിക്കുകയും പ്രാർത്ഥിക്കുകയും അതുപോലെ വ്യാപാരം നടത്തുകയും ചെയ്തിരുന്ന ഒരു യഥാർത്ഥ ഗ്രാമത്തിന്റെ ഓർമ്മയാണ് ഇവിടെ സംരക്ഷിച്ചിരിക്കുന്നത്. ഇന്നത്തെ പോലെ വിശാലമായ റോഡുകളും വലിയ കെട്ടിടങ്ങളും ഒന്നുമില്ലാത്ത കാലത്ത് ആളുകൾ എങ്ങനെയാണ് ഇവിടെ ജീവിച്ചിരുന്നതെന്ന് ഈ വഴികളിലൂടെ നടക്കുമ്പോൾ നമുക്ക് ഒരു ചെറിയ ധാരണ കിട്ടും.
ഇവിടെ ഓരോ സ്ഥലത്തും അത് എന്താണെന്ന് അറബിക്കിൽ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറെയൊക്കെ ഞങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി. Catching a crazy love moving through me like a wildfire, like a wildfire. Hey, I'm never the same. Never you calling my name. രാത്രിയിലെ ഇരുട്ടിൽ ഈ പഴയ മൺകെട്ടിടങ്ങളും ആളൊഴിഞ്ഞതുപോലെ തോന്നുന്ന ഈ ഇടവഴികളും കണ്ടപ്പോൾ സത്യത്തിൽ ആദ്യം ഞങ്ങൾക്ക് ചെറിയ പേടിയൊക്കെ തോന്നിട്ടോ. ഇവിടെ വന്നപ്പോൾ ഞങ്ങൾക്ക് നേരിട്ട ഒരു ചെറിയ സംഭവം കൂടി ഞാൻ പറയട്ടെ. രാത്രി ആയതുകൊണ്ടും ഈ പഴയ കെട്ടിടങ്ങളും ഇടുങ്ങിയ വഴികളും ഒരുപാട് ഉള്ളത് കൊണ്ടും ഞങ്ങളുടെ കൂടെ വന്ന രണ്ടുപേർക്ക് ചെറുതായൊന്ന് വഴിതെറ്റിപ്പോയി കേട്ടോ. ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവർ എവിടെയാണെന്ന് ഒരു പിടിയില്ലായിരുന്നു. തിരിച്ചു പോകാനുള്ള വഴി നോക്കിയപ്പോൾ ചുറ്റും ഇതുപോലെ പഴയ കെട്ടിടങ്ങളും ഇരുട്ടും മാത്രം. സത്യത്തിൽ ആ സമയത്ത് ഞങ്ങൾക്കും ചെറിയൊരു പേടി തോന്നി കേട്ടോ. പിന്നെ നമ്മുടെ ഗൂഗിൾ മാപ്പ് ഉണ്ടായോണ്ട് അങ്ങ് രക്ഷപ്പെട്ടു. ഇവിടെ ഞങ്ങൾ കണ്ട മറ്റൊരു കൗതുകകരമായ കാഴ്ചയാണ് ഈ പഴയ കിണർ. ഈ പഴയ കിണറിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഇതിന് സ്റ്റെപ്പുകളുണ്ട്. ഇതിൽ കൂടി ഇറങ്ങി വെള്ളമെടുക്കാൻ പറ്റും. അതിന്റെ കൂടെ ഇതിന് ചെറിയ ചാലുകളുമുണ്ട്. ഇത് വെറും ഒരു കിണർ മാത്രമല്ല, പഴയ കാലത്ത് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ജീവിതത്തിൽ വെള്ളം എത്രത്തോളം പ്രധാനപ്പെട്ടതായിരുന്നു എന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത്. ചരിത്രരേഖകളിൽ ഈ ജലചാനലുകൾക്ക് അൽ മഷാക്കിക് എന്നാണ് പേര് പറയപ്പെടുന്നത്. അൽജവയിലെ ഈ ഹെറിറ്റേജ് വില്ലേജിലെ കാഴ്ചകൾ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കൂട്ടുകാരെ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. Until then, bye bye, take care, see you soon in the next video. Bye bye friends.